നമുക്ക് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ നോക്കാം. എവേ ഫ്രം ഡിസീസസ്, അതായത് വ്യാധികൾ പടരാതിരിക്കാൻ. പലതരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ചും അത് വരുവാനും എന്തൊക്കെ കാരണങ്ങളാണ്, അവയെ പ്രതിരോധിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാമാണ് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത്. എവേ ഫ്രം ഡിസീസസ്. ഒരു ഡോക്ടർ ഒരു കുട്ടിയെ പരിശോധിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ എന്താണ് ചോദിക്കുന്നത്? ഇറ്റ് ഈസ് എ വൈറൽ ഫീവർ. എനിവൺ എൽസ് അറ്റ് ഹോം കോട്ട് വിത്ത് ഫീവർ? യെസ്, ഹിസ് സിസ്റ്റർ ആൻഡ് ഐ വെയർ അഫക്റ്റഡ്. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഈ കുട്ടിയുടെ അമ്മയോട്, ഇതൊരു വൈറൽ ഫീവറാണ്, ഇത് ഒരു പകർച്ചപ്പനിയാണ്, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോൾ അമ്മ എന്താ പറയുന്നത്? ആ, അമ്മയ്ക്കും ഉണ്ടായിരുന്നു, ഈ കുട്ടിയുടെ ചേച്ചിക്കും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. Did you read the conversation? What could be the reason for the fever? What should be done to prevent the spreading of the diseases to others? Write the names of diseases you know in your science diary. Are they all communicable? അതായത് നിങ്ങൾക്കറിയാവുന്ന രോഗങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് ഏതൊക്കെ രോഗങ്ങളെക്കുറിച്ച് അറിയാം, പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാണ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതി വയ്ക്കുക. പിന്നെ താഴെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതിയ രോഗങ്ങളനുസരിച്ച് അതിനെ തരംതിരിക്കുക, അതിനെ ടാബ്ലേറ്റ് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെങ്കു ഫീവർ, ജോണ്ടിസ് കൊടുത്തിട്ടുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് പകരാത്ത രോഗങ്ങൾ, അതിൽ ക്യാൻസർ ആൻഡ് ഡയബറ്റിസ് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ 3 ആഡ് ചെയ്യുക. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരുന്ന രോഗങ്ങളിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? 5ാം പനി എഴുതാം, പിന്നെ എന്തൊക്കെ എഴുതാം? മലേറിയ, എബോള, ചിക്കൻ പോക്സ്, ഇതൊക്കെ എഴുതാം. പിന്നെ നോൺ കമ്മ്യൂണിക്കബിളിൽ നമുക്ക് അതായത് ഹാർട്ട് ഡിസീസ്, ഹൃദ്രോഗങ്ങളെക്കുറിച്ച് എഴുതാം. പിന്നെ ആസ്മ, പിന്നെ അൾഷിമേഴ്സ്, പിന്നെ ലിവർ ഡിസീസസ് ആൻഡ് കിഡ്നി ഡിസീസസ്, അതായത് കരൾ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ എഴുതാം. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ബാക്കി നിങ്ങൾ ടാബ്ലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് നമുക്കതൊന്ന് നോക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആർ ദോസ് വിച്ച് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അതർ. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് പകരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമാണ് പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. പഠിക്കുവാനുള്ളതാണ്, പോയിൻ്റാണ്. നെക്സ്റ്റ് പാൻഡമിക് എന്ന് വെച്ചാൽ മഹാമാരികൾ. എന്താണ് പാൻഡമിക് അഥവാ മഹാമാരികൾ? When communicable disease spread to other countries or continents and affect a large number of people, it is called a pandemic. Smallpox, tuberculosis, plague, COVID-19, etc. are some of the pandemic that we have survived. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റു ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുന്ന നിരവധി ആളുകൾക്ക് ബാധിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മഹാമാരികളെയാണ്, അങ്ങനെയുള്ള പകർച്ചവ്യാധികളെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. അതായത് മഹാമാരികൾ, പകർച്ചവ്യാധികൾ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ മഹാമാരി അഥവാ പാൻഡമിക് എന്ന് വിളിക്കും. നമ്മൾ അതിജീവിച്ച ഒരുപാട് മഹാമാരികളുണ്ട്, ഒരുപാട് പാൻഡമിക് ഡിസീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് 3-4 വർഷം മുമ്പുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ? COVID-19 വന്നത്, ഈ കോവിഡ്, പിന്നെ വസൂരി, പ്ലേഗ്, ഇതൊക്കെ മനുഷ്യർ അതിജീവിച്ച മഹാമാരികളാണ്. നെക്സ്റ്റ്, aren't we more likely to get affected when we come into contact with someone who is sick? What cause communicable diseases? Can we see them? അതായത് രോഗമുള്ള ഒരാളുമായിട്ട്, ഒരു സിക്ക് പേഷ്യൻറ്റുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഈ പകർച്ചവ്യാധികൾക്ക്, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് കാരണമാകുന്നത് എന്തൊക്കെയായിരിക്കും? അവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ? പാത്തോജൻസ് എന്ന് പറഞ്ഞാൽ രോഗകാരികൾ. മോസ്റ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് ബാക്ടീരിയ, വൈറസസ് ആൻഡ് ഫംഗി ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് ദി നേക്കഡ് ഐസ്. They are called pathogens because they cause diseases. അതായത് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവയെ നമുക്ക് പാത്തോജൻസ് അഥവാ രോഗകാരികൾ എന്ന് വിളിക്കാം. അതുകൊണ്ട് എന്താണ്? കണ്ണുകൊണ്ട്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ഫംഗസ്, ബാക്ടീരിയ, വൈറസ്, ഇവയെ നമുക്ക് പാത്തോജൻസ് അഥവാ രോഗകാരികൾ എന്ന് വിളിക്കാം. 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ബാക്ടീരിയയുടെ ഒരു മൈക്രോസ്കോപ്പ് സീനും
പിന്നെ മൈക്രോസ്കോപ്പിക് വ്യൂ ഓഫ് വൈറസിനെയും ബാക്ടീരിയയിലൂടെയും മൈക്രോസ്കോപ്പിലൂടെ കാണുന്നൊരു വ്യൂ കൊടുത്തിട്ടുണ്ട്, നിരീക്ഷിക്കുക. ലിവിങ് വിത്ത് ദി മൈക്രോ ഓർഗാനിസംസ്, അതായത് ഈ സൂക്ഷ്മ ജീവികൾ. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മജീവികൾക്കൊപ്പം. നോട്ട് all microorganisms are pathogens. There are many beneficial bacteria in our body. They help in the digestion and absorption of our food. There are many instances where microorganisms can be useful to us. Dosha batter is fermented by certain bacteria. Bacteria and fungi break down organic matter and add it to the soil. Find more instances where microorganisms are beneficial and write them in your science diary. അതായത് എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല. എല്ലാ ഫംഗസുകളും വൈറസുകളും ബാക്ടീരിയകളൊന്നും രോഗത്തിന് കാരണമായവയല്ല. നമ്മുടെ ശരീരത്തും തൊലിപ്പുറത്തും എല്ലാം ഉപകാരപ്പെടുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിനും, അതായത് ഡൈജഷനും അബ്സോർപ്ഷൻ, അതായത് ആഗിരണത്തിനും എല്ലാം അവ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത്, നമ്മൾ വീട്ടിൽ ദോശക്കടലൊക്കെ കഴിക്കാറില്ലേ, ഈ ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. അപ്പോൾ ഈ ബാക്ടീരിയകളും ഫംഗസുകളുമൊക്കെയാണ് ഈ മണ്ണിൽ കിടക്കുന്ന ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ സൂക്ഷ്മജീവികൾ, ഈ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്ന എല്ലാ രോഗകാരികളെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഫംഗസുകളും ബാക്ടീരിയകളും വൈറസുകളും ഉണ്ട്. അപ്പോൾ അവയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. ഏതൊക്കെ ബാക്ടീരിയ അല്ലെങ്കിൽ ബാക്ടീരിയകൾ, ഫംഗസ്, വൈറസ് ഇവയൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപകാരപ്പെടുന്നു എന്നുള്ളത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ജൈവമാലിന്യം വിഘടിപ്പിക്കുന്നതെല്ലാം ഈ ബാക്ടീരിയകളാണ്. അതേപോലെ മണ്ണിൽ പലതരം മണ്ണിൽ പലതരം വിഘടനങ്ങൾ നടക്കുന്നതും ഈ ബാക്ടീരിയകളൊക്കെ മൂലമാണ്. അടുത്തത് ദി വേൾഡ് ഓഫ് ഫംഗി, അതായത് ഫംഗസുകളുടെ ലോകം. വി ആർ ഫെമിലിയർ വിത്ത് ബ്രെഡ് മോൾഡ് ആൻഡ് ബ്ലാക്ക് മോൾഡ് found on clothes. They are all fungi. Candida, Cryptococcus and Histoplasma are some of the fungi that cause diseases to humans. The world of fungi includes everything from edible mushrooms to those that cannot be seen with the naked eyes. അതായത് നമുക്ക് പരിചയമുള്ള ഒരുപാട് ഈ ഫംഗസുകൾ എന്ന് പറഞ്ഞാൽ പൂപ്പൽ എന്ന് പറയും. അതായത് ഇവ നമ്മൾ ബ്രെഡിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ബ്രെഡ് അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഒരു പൂപ്പൽ വരും. അതൊക്കെ ഫംഗസുകളാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന പൂപ്പലുകളുണ്ട്. പിന്നെ വസ്ത്രങ്ങളെയൊക്കെ, അതായത് നനഞ്ഞ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ വെറുതെ, അതായത് കുറച്ചൊക്കെ നനച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അത് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിൽ കരിമ്പൻ എന്ന് പറയുന്ന ഒരു സാധനം പിടിക്കും. അതിൻ്റെ ആ വെള്ള തുണിയിലൊക്കെ ഒരു കറുത്തൊരു പാടൊക്കെ വരും. അത് കരിമ്പൻ എന്ന് പറയും. അതൊക്കെ ഒരുതരം ഫംഗസുകളാണ്. പിന്നെ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ചില ഫംഗസുകളുണ്ട്. അവയാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. അപ്പോൾ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന ഫംഗസുകൾ ഏതൊക്കെയാണ്? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ. പിന്നെ കൂൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസാണ്. പക്ഷേ നമുക്കത് ചില കൂണുകൾ നമുക്കത് കഴിക്കുവാൻ പറ്റും, ചിലത് കഴിക്കുവാൻ പറ്റില്ല. അപ്പോൾ ഈ ഫംഗസുകളുടെ ലോകം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഫംഗസുകളും ഉണ്ട്. നെക്സ്റ്റ്, ഹൗ ഡിസീസസ് സ്പ്രെഡ്, അതായത് രോഗങ്ങളൊക്കെ പകരുന്ന വഴി, എങ്ങനെയാണ് രോഗങ്ങൾ പകരുന്നത്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട് ദി സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഡിസീസസ് സ്പ്രെഡ്. അതായത് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ, ഇത് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഇല്ലുസ്ട്രേഷൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങളൊക്കെ അത് നോക്കിയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കത് നോക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് രോഗങ്ങൾ പകരുന്നതെന്ന്. വൈ ഡു വി കവർ അവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് ഹാൻകർചീഫ് when we cough or sneeze? Why do we keep food items covered? അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴൊക്കെ നമ്മൾ ഈ തുവാല കൊണ്ട് മൂക്കുമായൊക്കെ മറയ്ക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ മാസ്ക് വയ്ക്കുന്നത് എന്തിനാണ്? പിന്നെ ഭക്ഷണ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് വയ്ക്കുന്നത് എന്തിനാണ്? അടച്ചു വയ്ക്കുന്നത് എന്തിനാണ്? തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഈ രോഗാണുക്കൾ ഒരുപാട് ഈ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും അല്ലേ, നമ്മുടെ മൂക്കിൽ നിന്ന് വയറിൽ നിന്നൊക്കെ. അത് ഒഴിവാക്കുവാനാണ്. പിന്നെ അതുകൊണ്ട് രോഗങ്ങളൊക്കെ മറ്റുള്ളവർക്കും പകരും. അത് ഒഴിവാക്കുവാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മൾ തുവാല കൊണ്ട് മുഖം മറയ്ക്കുന്നത്. അപ്പോൾ പ്രിവെൻറ്റിങ് സ്പ്രെഡ് ഓഫ് ജെംസ്, അതായത് ഈ ജെംസിനെയൊക്കെ ഒരു തടസ്സപ്പെടുത്താനായിട്ട്, അതായത് തടയുവാൻ വേണ്ടിയിട്ടാണ് ഒന്നത്. പിന്നെ എന്ത് ചെയ്യാം? പിന്നെ അതൊരു ഹൈജീൻ ആൻഡ് മാനേഴ്സ് അല്ലേ, അതൊരു ഹൈജീനിൻ്റെ ഭാഗമാണ്. ഈ നമ്മൾ
ഒന്ന് തുമ്മി ഒന്ന് ചുമച്ചു, നമ്മളൊരു തുവാലോട് നമ്മളിങ്ങനെ മൂക്കും വായൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത് അതൊരു ഹൈജീനിൻ്റെ കൂടെ ഭാഗമാണ്, ഒരു വൃത്തിയുടെ ഭാഗമാണ്, പിന്നെ അതൊരു മാനേഴ്സിൻ്റെ ഭാഗമാണ്, ഒരു മര്യാദയുടെ ഭാഗം കൂടിയാണത് അല്ലേ. പിന്നെ എന്തിനാണ് തുവാല കൊണ്ട് മുഖം മറയ്ക്കുന്നത്? പിന്നെ പുറത്തു നിന്നുള്ള ഇതേപോലെയുള്ള രോഗകാരികളായ പാത്തോജൻസൊക്കെ നമ്മുടെ മൂക്കിലോട്ട് വായിലോട്ടൊക്കെ കയറി രോഗം ഉണ്ടാവാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുഖം തുവാല വെച്ചൊക്കെ മറക്കുന്നത്. പിന്നെ ഭക്ഷണ സാധനങ്ങൾ എന്തിനാണ് കവർ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്തിനാണ്? ഭക്ഷണ സാധനങ്ങളിൽ ഒരുപാട് പ്രാണികളും അതായത് ഈച്ച, പ്രാണികൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ വന്നിരിക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ തടയുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ജീവികൾ മൂലം പല വിധത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. ഈ ഈച്ചയും പ്രാണിയും കൊതുകൊക്കെ വന്നിരിക്കുമ്പോൾ പല അസുഖങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ തടയുവാനായിട്ട്, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ടാണ് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ മൂടി വയ്ക്കുന്നത്. അതിൽ ഹാംഫുൾ ബാക്ടീരിയകൾ വരെയൊക്കെ ഉണ്ടാകാം, ദോഷമുള്ള ബാക്ടീരിയകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറി പലവിധ അസുഖങ്ങളൊക്കെ വരുവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നമ്മൾ മാസ്ക് വയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല, ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ്റെ ഭാഗം കൂടിയാണ് ഈ മാസ്ക് അല്ലെങ്കിൽ തുവാല നമ്മൾ വെക്കുന്നത്. നെക്സ്റ്റ് പേജിൽ എന്താണ് നമുക്ക് നോക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സൂക്ഷ്മജീവികൾ, മൈക്രോ ഓർഗാനിസം, അങ്ങനെയുള്ള ഈ കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളൊക്കെ ഈ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻ വാട്ട് വേ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് എൻ്റർ ദി ഹ്യൂമൻ ബോഡി, ഡിസ്കസ് ആൻഡ് കംപ്ലീറ്റ് ദി ഐഡിയ ചാർട്ട്. അതായത് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ആശയ ചിത്രീകരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്, അതായത് നോട്ട് ത്രൂ വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗാണുവാഹകർ. അതായത് രോഗാണുവാഹകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ചില ജീവികളുണ്ട്, അവയാണ് രോഗാണുവാഹകർ അഥവാ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ വെക്റ്റേഴ്സിലൂടെയും അല്ലാതെയും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗാണുക്കൾ എത്തുന്നതെന്നാണ് ഈ ആശയ ചിത്രീകരണം വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നോട്ട് ത്രൂ വെക്റ്റേഴ്സ്, അതായത് വെക്റ്റേഴ്സിൽ നിന്നല്ലാതെ, അതായത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ കൊടുത്തിരിക്കുന്ന ഏതാണ്? ത്രൂ സോയിൽ, മണ്ണ് വഴിയും, പിന്നെ ത്രൂ എയർ വഴിയും. അപ്പോൾ അത് ഏതൊക്കെ എഴുതാം? ത്രൂ സോയിൽ വഴി രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. വോം ഡിസീസ്, അതായത് വിരകൾ, അതൊക്കെ മണ്ണ് വഴി, കുട്ടികളൊക്കെ മണ്ണിലൊക്കെ കളിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറും. പിന്നെ എന്താണ്? ടെറ്റനസ്. അപ്പോൾ ത്രൂ സോയിൽ, മണ്ണ് വഴി കയറുന്നതാണ് വോം ഡിസീസ് ആൻഡ് ടെറ്റനസ്. പിന്നെ വായുവിലൂടെ, അതായത് ത്രൂ എയറിലൂടെ വരുന്നത് ട്യൂബർകുലോസിസ് കൊടുത്തിട്ടുണ്ട്. ട്യൂബർകുലോസിസ് അഥവാ TB, ചുമയ്ക്കുമ്പോഴൊക്കെ ആ അസുഖം വരും, മറ്റുള്ളവർക്ക് പകരും. പിന്നെ ഒരെണ്ണം നമ്മൾ എഴുതി ചേർക്കുക ചിക്കൻ പോക്സ് നമുക്ക് എഴുതി ചേർക്കുക അതിനകത്ത് ത്രൂ എയറിലൂടെ, അതായത് വായുവിലൂടെ. അപ്പോൾ ചിക്കൻ പോക്സും ട്യൂബർകുലോസിസും. പിന്നെ ത്രൂ വാട്ടർ ആൻഡ് ഫുഡ്, അതായത് ജലവും ഭക്ഷണവും വഴി, ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന രോഗകാരികൾ ഏതൊക്കെയാണെന്നല്ല, ഏതൊക്കെ അസുഖങ്ങളാണ് ഈ ജലം വഴിയും, അതായത് മലിനമായ വെള്ളം കുടിക്കുന്നതിലൂടെയും പിന്നെ മലിനമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെയും നമ്മുടെ ശരീരത്തിൽ അങ്ങനെ രോഗാണുക്കൾ കയറി ഉണ്ടാകുന്ന അസുഖമാണ്. ഒന്ന് ടൈഫോയിഡ്, പിന്നെ വേറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് കോളറ എഴുതി ചേർക്കാം, കോളറ ആൻഡ് ടൈഫോയിഡ്. പിന്നെ ഇനി വെക്റ്റേഴ്സിൽ നിന്ന്, അതായത് ഈ രോഗാണുക്കളെ വഹിക്കുന്ന ജീവികളുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് കൊതുക്, എലിയൊക്കെ പോലെയുള്ള. അപ്പോൾ ഈ ത്രൂ വെക്റ്റേഴ്സ്, അതായത് രോഗാണുവാഹകരിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന അസുഖങ്ങളാണ്. അതിപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ രോഗാണുവാഹകരുടെ പേര് മുകളിൽ കൊടുത്തിട്ടില്ല, മോസ്കിറ്റോ എഴുതാം. മോസ്കിറ്റോ, അതായത് താഴെ ഡെങ്കി ഫീവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോസ്കിറ്റോ, കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. പിന്നെ ഇപ്പുറ സൈഡിൽ നമുക്ക് എന്ത് ചേർക്കാം? റാറ്റ്സ്, അതായത് എലികൾ എന്തൊക്കെ പരത്തുന്നു? എലികൾ ലാപ്റ്റോസ്പൈറോസിസ്, അതായത് ലാപ്റ്റോസ്പൈറോസിസ് എന്നൊരു എലിപ്പനി എന്ന് പറയും. അപ്പോൾ ഈ എലികൾ പരത്തുന്ന രോഗമാണ് എലിപ്പനി. പിന്നെ എന്താണ്? പ്ലേഗ്, അതൊക്കെ എഴുതാം. പിന്നെ ഏതാണ് കൊടുത്തിരിക്കുന്നത്? പിന്നെ മനുഷ്യർ വഴി, ഹ്യൂമൻസ് വഴി ലെപ്രോസി കൊടുത്തിട്ടുണ്ട്, അതായത് കുഷ്ഠം. പിന്നെ നമുക്ക് എഴുതി ചേർക്കാവുന്നത് മീസിൽസ് എഴുതി ചേർക്കാം, അതായത് 5ാം പനി. പിന്നെ ബേഡ്സ് വഴി വരുന്ന അസുഖം എന്ന് പറയുന്നത് പക്ഷിപ്പനി, അതായത് ബേഡ് ഫ്ലൂ. അപ്പോൾ ഇത്രയും എഴുതി ചേർക്കുക. മനസ്സിലായോ? രോഗാണുവാഹകരിൽ നിന്നല്ലാതെ, അതായത് എയറിൽ നിന്നും, സോയിലിൽ നിന്നും, എയറിൽ നിന്നും, വാട്ടറും ആൻഡ് ഫുഡ്, ഇത്രയിൽ നിന്നും വരുന്നത് എഴുതി ചേർക്കുക. പിന്നെ ത്രൂ വെക്റ്റേഴ്സ്, അതായത് രോഗാണുവാഹകരിൽ നിന്ന്, കൊതുക് വഴിയും, മനുഷ്യൻ വഴിയും, റാറ്റ് വഴിയും, ബേഡ്സ് വഴിയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന അസുഖങ്ങളും. നെക്സ്റ്റ്, now you know that diseases spread through various ways. How many disease carrying organisms were you able to identify? അതായത് രോഗങ്ങൾ പകരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണെന്ന്. കൊതുക് വഴിയും,
എലി വഴിയും പിന്നെ എന്താണ് പക്ഷികൾ വഴിയും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് വെക്ടേഴ്സ് എന്നാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. വെക്ടേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് ബ്രിങ് ഡിസീസ് ക്യാരി മൈക്രോ ഓർഗാനിസംസ് ഇൻ അവർ ബോഡി. ഹൗസ് ഫ്ലൈ, റാറ്റ് ഫ്ലൈ, മോസ്കിറ്റോ, ബാറ്റ്സ് എക്സെട്ര ആർ സം ഓഫ് ദി വെക്ടർ ഓർഗാനിസം. അതായത് ഈ രോഗകാരികളായ സൂക്ഷ്മജീവികൾ, രോഗം പരത്തുന്ന സൂക്ഷ്മജീവികളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് വെക്ടേഴ്സ് അഥവാ രോഗാണുവാഹകർ. അപ്പോൾ ഏതൊക്കെയാണവ? ഈച്ച, എലിച്ചള്ള്, കൊതുക്, വവ്വാൽ, അങ്ങനെ ധാരാളം ജീവികൾ ഈ വെക്ടേഴ്സിൽ രോഗാണുവാഹകരിൽ പെടും. ഇതൊക്കെ പോയിൻ്റാണ്, പഠിച്ച് വയ്ക്കുക. നെക്സ്റ്റ് എന്താണ്? വെൻ ദി സറൗണ്ടിങ്സ് ബിക്കം പൊല്യൂട്ടഡ്. എങ്ങനെയാണ് നമ്മുടെ പരിസരമൊക്കെ മലിനമാകുന്നത്? പരിസരങ്ങളൊക്കെ മലിനമാകുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത് നോക്കാം. 2 പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞ് ഇട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയാണ്? പക്ഷികളും പട്ടികളും ഒക്കെ വന്ന് അതെല്ലാം വലിച്ച് വാരിയിടുന്നു. പിന്നെ കൊതുക്, അങ്ങനെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് താഴെ റൈറ്റ് ഡൗൺ ദി കണ്ടീഷൻസ് ഇൻ വിച്ച് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ. അപ്പോൾ ഈ വെക്ടേഴ്സ്, ഈ രോഗാണുവാഹകർ എങ്ങനെയാണ് പെരുക്കുന്നത്, എങ്ങനെയാണ് അവ മൾട്ടിപ്ലൈ ആകുന്നത് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക, ബോക്സിൽ എഴുതി വയ്ക്കുക. വെക്ടേഴ്സ് കൊടുത്തിരിക്കുന്ന ഹൗസ് ഫ്ലൈ, മോസ്കിറ്റോ, റാറ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഹൗസ് ഫ്ലൈ എങ്ങനെയാണ് പെരുകുന്നത്? ഈച്ചകൾ പെരുകുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ തുറന്നു വച്ചിരിക്കുന്ന ഭക്ഷണം അല്ലേ, ഭക്ഷണത്തിലൊക്കെ വന്നിരിക്കും. പിന്നെ ഈ ചക്ക, മാങ്ങ അതൊക്കെ ഉണ്ടാകുന്ന കാലത്തൊക്കെ ഈ ചക്കയും മാങ്ങയൊക്കെ ഈ മരങ്ങളുടെ ചുവട്ടിൽ ഇങ്ങനെ നിറയെ വീണെടുക്കുന്നുണ്ടാവും. അപ്പോൾ അതുവഴിയും ഈ ഈച്ചകളൊക്കെ ഇങ്ങനെ പെറ്റ് പെരുകും. പിന്നെ മോസ്കിറ്റോ എങ്ങനെയാണ് വരുന്നത്? മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ഡിസ്കാർഡഡ് പ്ലാസ്റ്റിക് ബാഗ്സ്, ബോട്ടിൽസ്, കോക്കനട്ട് ഷെൽസ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. അതായത് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഉപേക്ഷിച്ചിട്ടേക്കണില്ലേ, അതിലൊക്കെ ഇങ്ങനെ വെള്ളം, കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും ഈ ചിരട്ടകളും അതിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് അതിലൊക്കെ ഈ കൊതുക് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കൊതുകിന് കുഞ്ഞുങ്ങളുടെ പേരെന്താണ്? കൊതുകിന് കുഞ്ഞുങ്ങളുടെ പേര് ഞാൻ മറന്നുപോയി, നമുക്കത് നോക്കാം. അപ്പോൾ ഈ കൂത്താടികൾ. അപ്പോൾ ഈ കൊതുകുകൾ ഇങ്ങനെ പെറ്റ് പെരുകും. ഈ കെട്ടിക്കിടക്കുന്ന സ്റ്റാഗ്നന്റ് വാട്ടർ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇവയെല്ലാം ഇങ്ങനെ പെറ്റ് പെരുകി കൂത്താടികളായി വളരും. പിന്നെ അടുത്തത് റാറ്റ് എങ്ങനെയാണ് ഇതുപോലെ പെരുകുന്നത്? റാറ്റ് ഇതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ്, അതായത് അലങ്കോലപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങൾ, വൃത്തിയില്ലാതെ കിടക്കുന്ന പ്രദേശങ്ങൾ, ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങൾ, അവിടെയൊക്കെ തന്നെയാണ് റാറ്റുകളും അധികം വരുന്നത്. പിന്നെ എന്താണ്? അപ്പോൾ വെക്ടേഴ്സും അവ കണ്ടീഷൻസ് ഇൻ വിച്ച് ദേ മൾട്ടിപ്പിൾ, അവ പെരുകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഈച്ച, കൊതുക്, എലി ഇവ പെരുകാനുള്ള സാഹചര്യങ്ങൾ എഴുതി വയ്ക്കുക. വാട്ട് ക്യാൻ വി ഡു ടു കൺട്രോൾ വെക്ടേഴ്സ്? അതായത് എങ്ങനെയാണ് ഇവയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ഈ കൊതുകിനെയൊക്കെ, ഈ പറയുന്ന ഈ വെക്ടേഴ്സിനൊക്കെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ തന്നെ കുറേ അസുഖങ്ങൾ നമുക്ക് പിടിപെടില്ല. ലെറ്റ് us control mosquitoes. We can prevent many diseases by controlling mosquitoes. Is it enough to eliminate mosquito breeding conditions only in our home? അതായത് നമ്മുടെ വീട്ടിലെ പരിസരം മാത്രം നമുക്ക് വൃത്തിയാക്കിയാൽ മതിയോ? കൊതുകിനെയൊക്കെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? തടയുവാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ വീട്ടു പരിസരം മാത്രം ഒന്നും വൃത്തിയാക്കിയാൽ പോരാ അല്ലേ, നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടണം. പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വലിച്ച് എറിയരുത്. നെക്സ്റ്റ് പേജിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 കൊതുകുകൾ സംസാരിക്കുകയാണ്. വി കോഡ് സർവൈവ് ഹിയർ, വി ഹാവ് ടു ലുക്ക് ഫോർ അതർ പ്ലേസസ് ടു ലേ എഗ്സ്. ദിസ് ലൊക്കാലിറ്റി ഈസ് ക്ലീൻ, വി കനോട്ട് ലീവ് ഹിയർ. അതായത് ഇവർ പറയുകയാണ് ഇവിടെ ഇനി രക്ഷയില്ല. അപ്പോൾ വൃത്തിയായി കിടക്കുന്ന സ്ഥലത്ത് എന്നാണ് കൊതുകുകൾ പറയുന്നത്. ഇവിടെ ഇനി രക്ഷയൊന്നുമില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണമെന്ന്. അപ്പോൾ അടുത്ത കൊതുക് എന്താ പറയുന്നത്? ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാനായിട്ട് പറ്റില്ല എന്ന്. അപ്പോൾ വൃത്തിയുള്ള പരിസരത്തൊന്നും കൊതുക്, ഈച്ച, എലി അങ്ങനെയൊന്നും ഉള്ള വെക്ടേഴ്സ് എന്താണ് രോഗാണുവാഹകർ വരില്ല. അപ്പോഴെപ്പോഴും നമ്മളുടെ പരിസരവും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം വൃത്തിയാക്കിയിടുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവോയ്ഡിങ് വാട്ടർ ലോഗിങ്, റിമൂവിങ് ഗ്രാസ് ആൻഡ് വീഡ്സ് അറൗണ്ട് റെസിഡൻസസ് ആൻഡ് ക്ലീനിങ് ഡ്രെയിൻസ് ആർ എ ഫ്യൂ വേസ് ടു പ്രിവെൻറ്റ് മോസ്കിറ്റോ ബ്രീഡിങ്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക. പിന്നെ പാർപ്പിടങ്ങൾക്ക് ചുറ്റും, അതായത് വീടുകൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കുക. ഓടകളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യുന്നത് ഈ കൊതുക് പെരുക്കുന്നത് തടയാനുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒഴിവാക്കുക, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളൊക്കെ നീക്കുക, ഓടകളൊക്കെ വൃത്തിയാക്കുക.
അപ്പോൾ കൊതുകിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആർ ദി പ്രിക്കോഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്സ്? അപ്പോൾ എങ്ങനെയാണ് കൊതുകടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ, എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം? അപ്പോൾ ഓരോ കൊടുത്തിരിക്കുന്നത് കീപ് ഡോർസ് ആൻഡ് വിൻഡോസ് ക്ലോസർ ഇൻ ദി ഈവനിങ്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വിൻഡോസും ജനലുകളും വാതിലൊക്കെ നമ്മൾ അടച്ചിടണം. പിന്നെ ഈ പിക്ചർ നോക്കി നമുക്ക് എന്തൊക്കെ പറയാം? യൂസ് മോസ്കിറ്റോ നെറ്റ്സ് അല്ലേ, മോസ്കിറ്റോ നെറ്റ്സ് അത് കൊതുകുപോലെ ഉപയോഗിക്കാം. പിന്നെ വിയർ ലോങ് സ്ലീവ്സ് ആൻഡ് പാൻസ്, അതായത് ഫുൾ കൈയുള്ള പാൻറ്റും ടോപ്പുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്താണ് ഉപയോഗിക്കേണ്ടത്? മോസ്കിറ്റോ ബാറ്റ് അല്ലേ, കൊതുക് ബാറ്റ് ഉപയോഗിക്കാം. യൂസ് മോസ്കിറ്റോ ബാറ്റ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് എന്താണ്? രോഗം പകരാതിരിക്കാനായിട്ട് നമുക്ക് പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? അതായത് വിൽ ദി ഹൈജീൻ ഇൻ അവർ സറൗണ്ടിങ്സ് be enough to prevent the spread of disease? Let us see some other things to keep in mind. അതായത് നമ്മുടെ ഈ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സറൗണ്ടിങ്സ് മാത്രം വൃത്തിയാക്കിയിട്ടാൽ പോരാ അല്ലേ, മറ്റു ചില കാര്യങ്ങളും കൂടി നമുക്ക് ശ്രദ്ധിക്കുവാനുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഡിസീസ്, അത് കുറച്ച് രോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് വായുവിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഒക്കെ വരുന്ന രോഗങ്ങളും സമ്പർക്കത്തിലൂടെ വരുന്ന രോഗങ്ങളും, അവയൊക്കെ എങ്ങനെയാണ് അതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, അതായത് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയൊക്കെ പകർന്ന രോഗങ്ങൾ, അതിനെതിരെ എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാം? തിങ്സ് ടു കീപ് ഇൻ മൈൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. എന്തൊക്കെ എടുക്കാം? പഴങ്ങളും പച്ചക്കറികളൊക്കെ നമ്മൾ കഴുകി ഉപയോഗിക്കുക. അതായത് യൂസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ്, കീപ് ഫുഡ് ഐറ്റംസ് കവേർഡ്, ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ. അതായത് പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കഴുകി ഉപയോഗിക്കുക. പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ എപ്പോഴും മൂടി വയ്ക്കുക. പിന്നെ എന്താണ്? തിളപ്പിച്ച ആറിയ വെള്ളം മാത്രം കുടിക്കുക. ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ എയർ ആൻഡ് കോണ്ടാക്ട്, അതായത് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ, അത് ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാം? അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ദി സിക്ക് പേഴ്സൺ, ഡോണ്ട് യൂസ് ദി സിക്ക് പേഴ്സൺസ് ഹാൻഡ്കർച്ചീഫ്, ക്ലോത്ത്സ് എക്സെട്ര, യൂസ് മാസ്ക്, മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അതായത് പിന്നെ അതിനെതിരെ, അതായത് ഈ ഡിസീസസ് വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും വരുന്ന ഡിസീസിന് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ രോഗിയുമായിട്ടുള്ള സമ്പർക്കം, അതായത് സിക്ക് പേഴ്സണായിട്ടുള്ള സമ്പർക്കമൊക്കെ ഒഴിവാക്കുക. പിന്നെ എന്താണ്? രോഗിയുടെ ഈ ഹാൻകർച്ചീഫ്, തുവാല, അതുപോലെ വസ്ത്രങ്ങൾ, അതൊക്കെ നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക. പിന്നെ എന്താണ്? വ്യക്തി ശുചിത്വം നമ്മൾ പാലിക്കുക, അതായത് പേഴ്സണൽ ഹൈജീൻ നമ്മൾ പാലിക്കുക. പിന്നെ അടുത്തത് ഡിസീസസ് ദാറ്റ് സ്പ്രെഡ് ത്രൂ സോയിൽ ആൻഡ് സ്വേജ്, അതായത് ഈ മണ്ണിലൂടെയും മലിന ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ, അത് ഒഴിവാക്കുവാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? യൂസ് ഫുഡ് വെയർ, പ്രിവെൻറ്റ് വൗണ്ട്സ് ഇൻ ദി ബോഡി ഫ്രം ഗെറ്റിംഗ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് സ്വേജ്, വാഷ് ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് വിത്ത് സോപ്പ് ഇഫ് ഗെറ്റ് ഡർട്ടി. അതായത് ചെരുപ്പ് ഉപയോഗിക്കുക, നമ്മൾ എപ്പോഴും പുറത്ത് ഇറങ്ങുമ്പോഴൊക്കെ ചെരുപ്പ് ഉപയോഗിക്കുക. പിന്നെ ഈ ശരീരത്തിലെ മുറിവുകൾ, ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ കയ്യിലോ കാലിലൊക്കെ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ മലിനജലത്തിലൊന്നും ചെന്ന് ഇറങ്ങരുത്. അപ്പം മലിനജലവുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരരുത്. പിന്നെ എന്താണ്? മണ്ണും ചെളിയൊക്കെ നമ്മുടെ കയ്യിലും കാലിലേക്ക് ആയി കഴിഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കണം. നെക്സ്റ്റ് എന്താണ്? വാട്ട് ക്യാൻ യു ഡു ടു എൻഷുർ ദാറ്റ് യുവർ ഹോം, സ്കൂൾ ആൻഡ് വാഷ്റൂംസ് ആർ ക്ലീൻ ടു പ്രിവെൻറ്റ് ഡിസീസസ്? നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്കൂള്, നിങ്ങളുടെ ശുചിമുറികൾ, ഇവയൊക്കെ നിങ്ങൾ ശുചിത്വമായിട്ടിരിക്കാനായിട്ട്, ഇവയൊക്കെ നല്ല നീറ്റായിട്ടിരിക്കണം. അതിന് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, വാഷ്റൂംസ് ഇതൊക്കെ ക്ലീനാക്കി എങ്ങനെ വയ്ക്കുക എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് അത് എഴുതി വയ്ക്കുക. ഇനി അടുത്തത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽ ആൻഡ് പ്ലാന്റ്സ്, അതായത് മനുഷ്യരിൽ മാത്രമല്ല ഈ പകരുന്ന രോഗങ്ങൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസ് വരുന്നത്. പിന്നെ അവ സസ്യങ്ങളിലും വരുന്നുണ്ട്, പിന്നെ ഈ മൃഗങ്ങളിലൊക്കെ ഇവ വരുന്നുണ്ട്. ഇത് കുറച്ച് പത്രവാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഡു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഫക്റ്റ് ഓൺലി ഹ്യൂമൻസ്? സി ദി ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട്. അതായത് മനുഷ്യനെ മാത്രമാണോ പകർച്ചവ്യാധികളൊക്കെ ബാധിക്കാറുള്ളത്? ഈ പത്രവാർത്തകളൊക്കെ നോക്കുക. പത്രവാർത്തകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടില്ലേ, പട്ടികൾ, പിന്നെ പന്നി, താറാവുകൾ, പശുക്കൾ, ഇവയ്ക്കൊക്കെ അസുഖം വരുന്ന ചിത്രങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. താറാവുകൾക്ക് പക്ഷിപ്പനിന്ന് റിപ്പോർട്ടുണ്ട്, കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് റിപ്പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സസ്യങ്ങൾ, പ്ലാന്റ്സിന് വരുന്ന അസുഖങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് യു ഒബ്സർവ്ഡ് ദി പ്ലാന്റ്സ് ദാറ്റ് ഹാവ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? സീ ദി പിക്ചേഴ്സ്. അതായത് പ്ലാന്റ്സിന് വരുന്ന അസുഖങ്ങൾ, സസ്യങ്ങൾക്ക് വരുന്ന അസുഖങ്ങളുടെ ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണത്?
കൊടുത്തിരിക്കുന്നത് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്, അതായത് ഈ നെല്ലിലുള്ള ഒരു തവിട്ട് നിറത്തിലൊരു ഇലയിലൊക്കെ ഒരു പുള്ളിക്കുത്ത് വരും, അതിൻ്റെ പേരാണ് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസ് ഇൻ റൈസ്. നെൽച്ചെടിയിലെ ഇലകളിലൊക്കെ വരുന്ന ഒരു അസുഖമാണ് നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി എന്നാണ് മലയാളം. പിന്നെ ഒരു മൊസൈക്ക് ഡിസീസ് ഇൻ പീ പ്ലാന്റ്സ്, ഈ പയറിൻ്റെ ഇലയിൽ വരുന്ന ഒരു രോഗമാണ് പയറിലെ മൊസൈക്ക് രോഗം എന്ന് പറയും. അത് പയറിൻ്റെ ഇല ഇതുപോലെ വെളുത്ത് വരും. പിന്നെ എന്താണ് ബഡ് റോട്ട് ഓഫ് കോക്കോനട്ട്, അതായത് തെങ്ങിലെ കൂമ്പ് ചീല്, തെങ്ങിൻ്റെ കൂമ്പൊക്കെ ഉണ്ടായി വരുമ്പോഴത്തേക്ക് അതങ്ങൾ ചീഞ്ഞു പോകുന്ന അസുഖങ്ങൾ. എൻക്വയർ അബൌട്ട് അതർ ഡിസീസസ് ദാറ്റ് അഫക്റ്റ് പ്ലാന്റ്സ് ആൻഡ് ഓർഗാനിസംസ്, റൈറ്റ് ദം ഇൻ ദി സയൻസ് ഡയറി. അപ്പോൾ ഈ പ്ലാന്റ്സിൽ, അതായത് സസ്യങ്ങളിൽ വരുന്ന മറ്റ് ചില അസുഖങ്ങൾ കൂടി നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുക. ഫംഗസും ബാക്ടീരിയയും വൈറസും ഒക്കെ ഈ സസ്യങ്ങൾക്ക് അസുഖം വരാൻ കാരണമാകുന്നുണ്ട്. പ്രാണികൾ ഇവയൊക്കെ ഈ സസ്യങ്ങൾക്ക് അസുഖം വരാൻ കാരണമാണ്. ഫൈറ്റോപ്ലാസ്മ എന്നൊരു അസുഖമുണ്ട്, ഫംഗസ് ബാക്ടീരിയയൊക്കെയുള്ള. പിന്നെ ഈ സസ്യങ്ങളുടെ വേരുകളെല്ലാം കേടായി പോകുന്ന ഒരു തരം വിരകളുണ്ട്, അവ മൂലവും ഈ സസ്യങ്ങൾക്ക് അസുഖങ്ങൾ വരാം. നെമറ്റോഡ് എന്നാണ് ആ വിരയുടെ പേര്. പിന്നെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഫംഗൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ബാക്ടീരിയ ഡിസീസ്, ഇതെല്ലാം ഈ സസ്യങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും സസ്യങ്ങളെ ബാധിക്കും. അതായത് എൻവയോൺമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളും ബാധിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ കടുത്ത വരൾച്ച, കടുത്ത വെള്ളം, അതായത് കനത്ത മഴ ലഭിക്കുമ്പോൾ ഒരുപാട് വെള്ളം വരും. ആ വെള്ളം കെട്ടി നിന്ന് ഈ സസ്യങ്ങളൊക്കെ ചീഞ്ഞു പോകും. പിന്നെ കടുത്ത വരൾച്ചയിൽ ഈ സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോകും. ഇതെല്ലാം സസ്യങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളാണ്. അടുത്തതെന്താണ്, ഹൈജീൻ ഹാബിറ്റ്, ശുചിത്വ ശീലങ്ങൾ. ഈസ് ഇൻ പേഴ്സണൽ ഹൈജീൻ ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ ഫോർ എ ഹെൽത്തി ലൈഫ്? ലുക്ക് അറ്റ് സം ഹാബിറ്റ്സ്. അതായത് കുറച്ച് ഹൈജീൻ ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ല ആരോഗ്യശീലങ്ങൾ ഏതാണെന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുക. 2 പിക്ചറും കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. Which of these are good health habits? Tick them. Wash hands only after meals. Brush teeth every night after meals. Do not trim the nails of feet and hands. Use footwear when walking outside. Eat fruits that are gnawed by birds. Do not consume snacks and drink kept open. Spit in public places. Baths daily. അതായത് ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. അത് തെറ്റാണല്ലേ? അത് തെറ്റാണ്. പിന്നെ ദിവസവും രാത്രി ആഹാരശേഷം നമ്മൾ പല്ല് വയ്ക്കാറുണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. ബ്രഷ് ടീത്ത് എവരി നൈറ്റ് ആഫ്റ്റർ മീൽസ്, അവിടെ ടിക്ക് ചെയ്യുക. പിന്നെ അടുത്തത് ടിക്ക് ചെയ്യേണ്ട ഏതാണ്? പുറത്തിറങ്ങി നടക്കുമ്പോൾ യൂസ് ഫുഡ് വെയർ വെൻ വാക്കിംഗ് ഔട്ട് സൈഡ്, പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പിടാറുണ്ട്, അവിടെ ടിക്ക് ചെയ്യുക. പിന്നെ ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ, അതായത് അത് തുറന്നൊക്കെ വെച്ചിരിക്കുന്ന പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും കഴിക്കാറില്ല. അപ്പോൾ അവിടെയൊക്കെ ടിക്ക് ചെയ്യുക. അതൊക്കെ നല്ല ഹാബിറ്റുകളാണ്, നല്ല ഹെൽത്ത് ഹാബിറ്റുകളാണ്. പിന്നെ എന്താണ്, ബാത്ത് ഡെയിലി കുളിക്കുക, അത് നല്ലൊരു ഹാബിറ്റാണ്. ഡെയിലി ദിവസവും 2 നേരം കുളിക്കുന്നത് അത്രയും നല്ലത്. പിന്നെ അടുത്തത് എന്താണ്, പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ പോസ്റ്റർ റിലേറ്റഡ് ടു പേഴ്സണൽ ഹൈജീൻ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ. അതായത് നിങ്ങൾ പേഴ്സണൽ ഹൈജീനും പിന്നെ ഈ എൻവയോൺമെൻറ്റൽ ഹൈജീൻ, അതായത് പരിസര ശുചിത്വമൊക്കെ ബന്ധപ്പെട്ട ഈ പോസ്റ്ററുകൾ തയ്യാറാക്കിയത് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റിയാണ്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? രോഗപ്രതിരോധ ശേഷി. ഇമ്മ്യൂണിറ്റി വാക്സിൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? Our bodies naturally have the ability to control and fight pathogens once they enter the body. This is called a natural immunity. This ability varies from person to person. അതായത് ഈ രോഗാണുക്കളൊക്കെ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനൊക്കെ ഉള്ളൊരു കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. അപ്പോൾ ഇതിന് ഒരു സ്വാഭാവിക പ്രതിരോധ ശേഷി, അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. ഈ കഴിവ് എല്ലാ ആളുകൾക്കും ഒരുപോലെയല്ല. ചില ആളുകൾക്ക് ആരോഗ്യം കൂടുതലുണ്ട്, ചില ആളുകൾക്ക് ആരോഗ്യം കുറവായിരിക്കും. അപ്പോൾ ഈ രോഗാണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില ശരീരങ്ങളിലുള്ള അതായത് ചില മനുഷ്യരുടെ ശരീരങ്ങളിൽ അത് അധികം ബാധിക്കില്ല, പക്ഷേ ചില ആളുകൾക്ക് അത് നന്നായിട്ട് തന്നെ
അത് ബാധിക്കും. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഈ രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല. The body is unable to develop natural immunity against some communicable diseases such as polio and hepatitis B. We need to take vaccination to avoid such diseases. Through this, it will be possible to gain immunity. This is called acquired immunity. It is through vaccines that we have survived many epidemics such as smallpox, plague, and polio, which have threatened the very existence of the human race. അതായത് പോളിയോ, പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾ, കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എതിരെ ഒരു സ്വാഭാവികമായിട്ടൊരു പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനുണ്ട്, ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട്. ചില സമയത്ത് അത് ശരീരത്തിന് ആ ഇമ്മ്യൂണിറ്റി ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ ഇത്തരം രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തെടുക്കണം? വാക്സിൻസ് എടുക്കണം. അതായത് വാക്സിനേഷൻസ്, അതായത് ഈ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനെയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി അഥവാ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആർജിത രോഗപ്രതിരോധ ശേഷി. അതായത് ഈ കുത്തിവയ്പ്പുകളൊക്കെ എടുത്ത് നമ്മൾ ഈ രോഗപ്രതിരോധ ശേഷി ആർജിക്കുന്നതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ടുള്ള വസൂരി, പ്ലേഗ്, പോളിയോ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ മഹാമാരികളൊക്കെ നമ്മൾ അതിജീവിച്ചത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകളിലൂടെയാണ്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്താണെന്നുള്ളതാണ്. അതായത് രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന വാക്സിനേഷൻസ്, കുത്തിവയ്പ്പുകൾ, അതിനെയാണ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. അതിൽ പിന്നെ ഇപ്പോൾ പോയിന്റുകളൊന്നുമില്ല. അപ്പോൾ പ്ലേഗ്, പോളിയോ, വസൂരി തുടങ്ങിയവയൊക്കെ നമ്മൾ അതിജീവിച്ച മഹാമാരികളാണ്. നമ്മൾ ആദ്യം പഠിച്ചതാണ്. ഇനി വാക്സിൻ എങ്ങനെയാണ് വാക്സിൻ എടുക്കേണ്ടത് എന്നുള്ളതാണ്. Which diseases should be vaccinated against? Which are the mandatory vaccines to be taken by the age of 60? Discuss in class. Collect more information from interviews with health workers. Do you need to prepare a questionnaire to interview the healthcare professionals? Which questions can be included? അതായത് ഏതൊക്കെ രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് നമ്മൾ ഈ വാക്സിനുകളൊക്കെ എടുക്കേണ്ടത്? 16 വയസ്സിനുള്ളിൽ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കേണ്ട വാക്സിനുകൾ, കുത്തിവയ്പ്പുകൾ ഏതൊക്കെയാണ്? അതൊക്കെ ക്ലാസ്സിൽ ചർച്ച ചെയ്യണം. പിന്നെ കൂടുതൽ വിവരങ്ങൾ ഈ ആരോഗ്യ പ്രവർത്തകരുമായിട്ട്, ആശാവർക്കർമാരൊക്കെ ആയിട്ട് നമ്മൾ അഭിമുഖം നടത്തിയത് ശേഖരിക്കണം. അപ്പോൾ അതിനൊരു ചോദ്യാവലിയൊക്കെ തയ്യാറാക്കണം. അതിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ഹെൽത്ത് വർക്കേഴ്സുമായിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം എന്നുള്ളത്. നെക്സ്റ്റ് പേജിൽ വാക്സിനേഷൻ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കുത്തിവയ്പ്പുകൾ, 16 വയസ്സിനുള്ളിൽ എടുക്കേണ്ട കുത്തിവയ്പ്പുകളുടെ ഒരു ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. BCG, OPV, ഹെപ് ബി അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, FIPV, പിന്നെ RVV. എന്താണ് BCG എന്ന് പറഞ്ഞാൽ? ബാസിലസ് കാർമച്ച് ഗ്യുറിൻ. പിന്നെ OPV എന്ന് പറഞ്ഞാൽ ഓറൽ പോളിയോ വാക്സിൻ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പ് ബി, HEP, അത് ഹെപ്പറ്റൈറ്റിസ് ബി. പിന്നെ FIPV എന്ന് പറഞ്ഞാൽ പോളിയോ വാക്സിൻ, ഫ്രാക്ഷണൽ ഡോസ്. RVV എന്ന് പറഞ്ഞാൽ റോട്ടാവൈറസ് വാക്സിൻ. പിന്നെ ഇപ്പോഴത്തെ പേജിൽ PCV, ന്യൂമോണിക്കൽ കൺജുഗേറ്റ് വാക്സിൻ. MR, മീസിൽസ് റുബെല്ല വാക്സിൻ. DPT, ഡിഫ്തീരിയ, പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ. പിന്നെ TD, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ, പെർട്ടൂസിസ്. അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക്. ഒരു ക്വസ്റ്റ്യൻ, ഇതിനകത്തൊരു ടേബിളുണ്ട്. നമ്മൾ ഈ അതായത് ഇപ്പോൾ കുറച്ച് വാക്സിനേഷൻ്റെ പേരുകൾ നമ്മൾ പഠിച്ചല്ലോ, കുറച്ച് കുത്തിവയ്പ്പുകളുടെ പേരുകൾ. ഇത് എന്തിനൊക്കെയാണ്, ഏതൊക്കെ അസുഖങ്ങൾക്ക് എതിരെ എടുക്കുന്നതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് പട്ടികപ്പെടുത്തണം. അപ്പോൾ അത് ഈ ചാർട്ട് നിങ്ങൾ പൂർത്തിയാക്കണം. താഴെ ടൈം കൊടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്ന ടൈം കൊടുത്തിട്ടുണ്ട്. BCG എടുക്കുന്നത് അടുത്ത ടൈം ഓഫ് ബർത്ത്, ജനിക്കുമ്പോൾ തന്നെയാണ്. പിന്നെ OPV, RVV അതൊക്കെ എടുക്കുന്നത് 6 വീക്ക്, 6 ആഴ്ച. അപ്പോൾ അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് പ്രിവെൻറ്റീവ് വാക്സിൻ, അതായത് പ്രതിരോധ വാക്സിനുകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് പ്രായത്തിലാണ് എടുക്കണം, ഏത് രോഗത്തിന് എതിരാണെന്നുള്ളത് നമ്മൾ അത് ഫില്ല് ചെയ്യുക. പ്രിവെൻറ്റീവ് വാക്സിൻ
നെയിം ഓഫ് ദി വാക്സിൻ, ഏജ്, ഡിസീസ്. ഇത്രയുമാണ് ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. പോളിയോ വാക്സിൻ FIPV അത് എത്ര വയസ്സിലാണ് അത് എടുക്കേണ്ടത്, ഏതൊക്കെ പ്രായത്തിലാണ് അത് എടുക്കേണ്ടതെന്ന് എഴുതി വയ്ക്കുക. പിന്നെ അത് ഏതിനെതിരെയുള്ള പോളിയോയ്ക്ക് എതിരെയുള്ളതാണ് ഈ പോളിയോ വാക്സിൻ FIPV എടുക്കേണ്ടത്. അത് 6ാമത്തെ ആഴ്ച പിന്നെ 14ാമത്തെ ആഴ്ച. അപ്പോൾ 6 വീക്ക് ആൻഡ് 14 വീക്ക് ഏജ് എന്നുള്ള കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു വാക്സിൻ്റെ പേര് നമ്മൾ ആഡ് ചെയ്യുക. റോട്ടാവൈറസ് എഴുതാം, RVV എഴുതാം. അതെടുക്കേണ്ടത് 6 വീക്ക് പിന്നെ 14 വീക്ക്, അതായത് 6ാമത്തെ ആഴ്ചയും 14ാമത്തെ ആഴ്ചയുമാണ്. ഈ ഏത് ഡിസീസിനെതിരെയാണ്? അത് സിവിയർ ഡയറിയ, അതായത് ഭയങ്കരമായൊരു വയറിളക്കം, അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റോട്ടാവൈറസ് RVV എടുക്കുന്നത്. പിന്നെ ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ കൊടുത്തിട്ടുണ്ട്. അത് 10ാമത്തെ വയസ്സിലും 16ാമത്തെ വയസ്സിലുമാണ് ഈ ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ എടുക്കുന്നത്. ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ഈ പേശികളിലൊക്കെ വരുന്ന ഒരു രോഗമാണ്, പേശികളൊക്കെ ബാധിക്കുന്ന രോഗമാണ്. പിന്നെ ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ളെന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും എതിരെ, അതായത് ഇതൊരു ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയൊക്കെയാണ് ടെറ്റനസും ഡിഫ്തീരിയ. അപ്പോൾ ഇതിനെതിരെയാണ് ടെറ്റനസ്, ഡിഫ്തീരിയ വാക്സിൻ എടുക്കേണ്ടത്. അടുത്തത് നമുക്ക് ഒരെണ്ണം ആഡ് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ആഡ് ചെയ്താൽ മതി. ന്യൂമോകോക്കർ കൺജുഗേറ്റ് വാക്സിൻ PCV, ന്യൂമോകോക്കർ കൺജുഗേറ്റ് വാക്സിൻ PCV ആണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതുക. അത് 6ാമത്തെ ആഴ്ച പിന്നെ 14ാമത്തെ ആഴ്ച പിന്നെ 9ാമത്തെ മാസം, ഇത്രയും ഏജിലാണ് ഇത് കൊടുക്കുന്നത്, PCV കൊടുക്കുന്നത്. അത് ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയയ്ക്ക് എതിരെയും മെനിഞ്ചൈറ്റിസിന് എതിരെയൊക്കെയാണ് ഈ വാക്സിൻ എടുക്കുന്നത്, ഈ PCV അഥവാ ന്യൂമോകോക്കർ കൺജുഗേറ്റ് വാക്സിൻ എടുക്കുന്നത്. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ഈ ലങ്സിനെയൊക്കെ ബാധിക്കുന്ന അസുഖമാണ്, അതായത് ശ്വാസകോശത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ. പിന്നെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിൻ്റെ ആവരണത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ് മെനിഞ്ചൈറ്റിസ്. അപ്പോൾ ഇതിനെതിരെയാണ് ഈ വാക്സിൻ എടുക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പ്രോപ്പർ അവയർനെസ് ഈസ് ടു ബി ഗിവൺ ടു ദി പീപ്പിൾ റിഗാർഡിംഗ് ദി മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ആൻഡ് ദി മെത്തേഡ്സ് ഓഫ് പ്രിവെൻഷൻ, വാട്ട് ക്യാൻ വി ഡു ഫോർ ദീസ്? അതായത് ഈ രോഗങ്ങളൊക്കെ പകരുന്ന വിധം, പിന്നെ അത് പ്രതിരോധിക്കാനുള്ള മാർഗ്ഗങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് ആളുകൾക്കൊരു അവബോധം കൊടുക്കണം, ആളുകൾക്കൊരു അവയർനെസ് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. ഡ്രാമ, ഇത് കൊടുത്തിരിക്കുന്ന ഡ്രാമ, പപ്പറ്റി, കാർട്ടൂൺ, പോസ്റ്റർ, അതായത് ഒരു നാടകം പോലെ സംഘടിപ്പിക്കാം. പിന്നെ എന്താണ്, പാവനാടകം അവതരിപ്പിക്കാം. പിന്നെ കാർട്ടൂൺ, പിന്നെ പോസ്റ്റർ തയ്യാറാക്കാം. പിന്നെ 2 നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? തെരുവ് നാടകം പോലെയുള്ള നാടകങ്ങൾ അവതരിപ്പിക്കാം. പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി, സാമൂഹിക മാധ്യമങ്ങൾ വഴിയൊക്കെ നമുക്ക് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം പകർന്നു നൽകാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. Disease can be kept away with proper awareness and prevention measures. Healthy people are the wealth of a nation. അതായത് ശരിയായ അറിവും ഈ പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും. ആരോഗ്യമുള്ളൊരു ജനതയാണ് നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നു. ഹെൽത്തി പീപ്പിൾ ആർ ദി വെൽത്ത് ഓഫ് എ നേഷൻ. ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്ന ആരോഗ്യമുള്ള ഒരു ജനത, ഹെൽത്തി പീപ്പിൾ ആണ്. ഈ പാഠം തീർന്നിരിക്കുകയാണ്. നമുക്കിനി ലെറ്റാസ് അസസ്, വിലയിരുത്താം. അത് നിങ്ങൾ തന്നെ എഴുതി ചേർക്കേണ്ടതാണ്. റൈറ്റ് ഡൗൺ 5 ഡിസിഷൻസ് യു ഹാവ് ടേക്കൺ ടു മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. അതായത് വ്യക്തി ശുചിത്വം പാലിക്കുന്നതിനായി നിങ്ങളെടുത്ത 5 തീരുമാനങ്ങൾ. എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും നിങ്ങൾക്ക്? 2 നേരം കുളിക്കാം, അല്ലേ? സമയങ്ങളിൽ നഖമൊക്കെ വെട്ടാം, കൈകളിലെയും കാലുകളിലെയും നഖം വെട്ടാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പല്ല് തേക്കാം. ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷമൊക്കെ നന്നായിട്ട് കൈകൾ കഴുകണം. അതുപോലെ ചെളി നമ്മുടെ കയ്യിലെ കാലിലൊക്കെ ചെളിയൊക്കെ ആയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് കഴുകിക്കളയണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. പിന്നെന്താണ്? Personal and social hygiene are important in preventing communicable diseases. Do you agree with this statement? Please
എലബറേറ്റ്. അതായത് ഈ പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ്. ഇത് പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടല്ലേ? പകർച്ചവ്യാധികൾ തടയുന്നത് തീർച്ചയായിട്ടും നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ഹൈജീൻ വേണം. പിന്നെ അതുമാത്രമല്ല, നമ്മൾ മാത്രം വൃത്തിയായിട്ടിരുന്നാൽ പോരാ അല്ലേ, നമ്മുടെ പരിസരം വൃത്തിയാക്കി വിടണം. അതിനെക്കുറിച്ചൊക്കെ അവബോധം ആളുകൾക്ക് പകർന്നൊക്കെ കൊടുക്കണം. അപ്പം നമ്മൾ വൃത്തിയായിട്ടിരിക്കുക, നമ്മുടെ പരിസരം വൃത്തിയായിട്ടിരിക്കുക, അങ്ങനെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹവും വൃത്തിയായിട്ട് വരും. അപ്പോൾ ആ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നു. പിന്നെ എന്താണ് പിന്നെ അടുത്തത്, ഡു യു എഗ്രി വിത്ത് ദി ഫോളോയിങ് പ്രിക്കോഷൻസ് ദാറ്റ് വി ഷുഡ് ടേക്ക് ടു കൺട്രോൾ വെക്ടർ ബോൺ ഡിസീസസ്. അതായത് ഈ പകരുന്ന രോഗങ്ങൾ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് അതിൽ താഴെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് യോജിക്കുന്നവ ഏതെല്ലാം എന്നാണ്. യോജിക്കുന്നവ നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. എലിമിനേറ്റ് കണ്ടീഷൻസ് ദാറ്റ് കോസ് സിവേജ് accumulation, disposal of garbage in public places if water retention is unavoidable. Breed fish such as guppy and gambusia in it. Food items need not be kept covered. Use food items only after washing. Drink boiled water. Keep the house and surroundings clean. Practice proper waste disposal at source. അതായത് ആദ്യത്തെ എന്താണ്? എലിമിനേറ്റ് കണ്ടീഷൻസ് ദാറ്റ് കോസ് സിവേജ് അക്യുമുലേഷൻ. അതായത് ഈ മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു മുൻകരുതലാണ്, അത് നമ്മൾ ടിക്ക് ചെയ്യുക. പിന്നെ എന്താണ് അടുത്ത് കൊടുത്തിരുന്നത്? ഡിസ്പോസൽ ഓഫ് ഗാർബേജ് ഇൻ പബ്ലിക് പ്ലേസസ്. അത് പബ്ലിക് പ്ലേസിലേക്ക്, പൊതുസ്ഥലങ്ങളിലേക്ക് ഗാർബേജ് വേസ്റ്റൊക്കെ വലിച്ചെറിയാൻ കൊള്ളാമോ? അത് ടിക്ക് ചെയ്യേണ്ട. അപ്പോൾ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുക, അത് തെറ്റാണ്. പിന്നെ എന്താണ് നമുക്ക് അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്താണ്? നമ്മളിപ്പോൾ വെള്ളമൊക്കെ കെട്ടി നിർത്തേണ്ട സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അവിടെ ഗപ്പി, ഗാംബൂസിയ അങ്ങനെ തുടങ്ങിയ മത്സ്യങ്ങളെയൊക്കെ അവിടെ വളർത്തുക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? അത് ടിക്ക് ചെയ്യുക. ഇഫ് വാട്ടർ റിറ്റൻഷൻ ഈസ് അൺഅവോയ്ഡബിൾ, ബ്രീഡ് ഫിഷ് സച്ച് ആസ് ഗപ്പി ആൻഡ് ഗംബൂസി ഇൻ ഇറ്റ്. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. പിന്നെ എന്താണ് അടുത്ത പോയിന്റ് വരുന്നത്? ഫുഡ് ഐറ്റംസ് നീഡ് നോട്ട് ബി കെപ്റ്റ് ഒക്യുവേഡ്. അതായത് ഈ ഭക്ഷണസാധനങ്ങളൊന്നും അടച്ച് സൂക്ഷിക്കേണ്ടതില്ല. അവിടെ ഇല്ല, അടച്ച് സൂക്ഷിക്കണം അല്ലേ? അപ്പോൾ അത് തെറ്റാണ്. യൂസ് ഫുഡ് ഐറ്റംസ് ഓൺലി ആഫ്റ്റർ വാഷിങ്. പിന്നെ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴുകിയതിന് ശേഷമാണ് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാമുള്ളൂ. അതെന്ത് ചെയ്യുക? അത് ടിക്ക് ചെയ്യുക. പിന്നെ എന്താണ്? തിളപ്പിച്ച വെള്ളം, അതായത് ഡ്രിങ്ക് ബോയിൽഡ് വാട്ടർ, അതാണ് നമ്മൾ കുടിക്കാമുള്ളൂ. അത് ടിക്ക് ചെയ്യുക. പിന്നെ കീപ് ദി ഹൗസ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. അതായത് നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ പ്രാക്ടീസ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസ് ആസ് സോഴ്സ്. അതായത് ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കുക. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വീടുകളിലോ അത് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാലിന്യങ്ങൾക്ക് നമ്മൾ പരമാവധി അവിടെ തന്നെ അത് ഉറവിട മാലിന്യം അത് അവിടെ തന്നെ സംസ്കരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ തുടർ പ്രവർത്തനങ്ങളുണ്ട്, എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ഈ പകർച്ചവ്യാധികളൊക്കെ തടയുന്നത്, അതായത് ഈ പകർച്ചവ്യാധികൾ വരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഇവയ്ക്കെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മുൻകരുതലുകളെക്കുറിച്ചുമൊക്കെ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായിട്ടൊരു നാടകം തയ്യാറാക്കുക. പിന്നെ സ്കൂൾ പരിസരത്തിൻ്റെ മാലിന്യ മാപ്പ് തയ്യാറാക്കുക. മാപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരമൊക്കെ മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. നിങ്ങളൊരു നാടകമൊക്കെ തയ്യാറാക്കി അവതരിപ്പിക്കുക. സ്കൂൾ പരിസരത്തെ മാലിന്യങ്ങളെക്കുറിച്ചൊരു മാപ്പൊക്കെ തയ്യാറാക്കുക, നിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുക. അപ്പോൾ 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. പുസ്തകം നന്നായിട്ട് വായിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.